നിങ്ങളൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളൊരു അക്കീക്കിൻ്റെ സ്റ്റോണിങ് ഗിഫ്റ്റ് ആയിട്ട് തരും. റെഡിയാണോ? റെഡിയാണ്. ഈ പുരുഷന്മാരിലെ കുറേ ആളുകൾ വെള്ളിയുടെ ആഭരണങ്ങൾ ധരിക്കുന്നുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? അങ്ങനെ ധരിക്കൽ അനുവദനീയമാണോ? എൻ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളിൻ്റെ അല്ല. വെള്ളി ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അല്ല, അങ്ങനെ ധരിക്കൽ ആഭരണങ്ങൾ ധരിക്കൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. വെള്ളി ധരിക്കൽ സുന്നത്താണ്, പക്ഷെ വെള്ളിയുടെ ആഭരണങ്ങളുണ്ടല്ലോ, ഇത് ബ്രേസ്ലെറ്റ്, പിന്നെ അതേപോലുള്ള ചെയിനുകൾ, അങ്ങനത്തെ അത് ശരിയല്ല. അത് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വെള്ളി ധരിക്കൽ അനുവദനമാണെന്നാണ്. എന്നെ സംബന്ധിച്ച് നോക്കാണ്ട് അത് ശരിയല്ല. വെള്ളിയുടെ മോതിരം ധരിക്കലാണ് അനുവദനമായിട്ടുള്ളത്. നമുക്ക് സ്വർണം ധരിക്കൽ അനുവദനമല്ലല്ലോ. അതേപോലെ തന്നെ വെള്ളിയുടെ ബ്രേസ്ലെറ്റും കഴുത്തിലണിയുന്ന ചെയിനൊന്നും ധരിക്കൽ അനുവദനമല്ല. വെള്ളിയിലാകെ പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് വെള്ളിയുടെ ഒരു മോതിരം മാത്രമാണ്. ഇപ്പം പിന്നെ ഈ മോതിരം, വെള്ളിയുടെ മോതിരം ധരിക്കല് ഏത് വിരലിലാണ് സുന്നത്ത്? ഏത് വിരലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കൺഫ്യൂഷനാണ്. അത് വലത് കൈയുടെയോ ഇടത് കൈയുടെയോ? വലത് കൈയിൽ ഉപയോഗിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തമം. ഏറ്റവും വലിയ ഉത്തമം വലത് കൈയുടെ ചെറുവിരലിലാണ്. വിരലേതാന്ന് എനിക്കറിയില്ല. വലത് കൈയിൽ ഉപയോഗിക്കലാണ് അതിന്റെ ഏറ്റവും വലിയ ചെറുവിരലാണ്. ഉത്തരമൊക്കെ ശരിയാണ്. പിന്നെ ഞങ്ങൾ ഇന്നൊരു അക്കീക്കിൻ്റെ സ്റ്റോണിങ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടുള്ള കല്ല്. അതെടുത്തിട്ടുണ്ട്. ഇതേപോലത്തുള്ള ഒരുപാട് കല്ലുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നൂറെ മദീന ജംസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഇതുപോലത്തെ വെറൈറ്റി സ്റ്റോണുകളും അതിനെക്കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇനി വേറെ സ്റ്റോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം.